ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി നീങ്ങണമെന്ന് യമൻ മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയിരിക്കുന്ന ഇടപാട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച് അത് ഏറ്റവും തെറ്റായിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ചെയ്തത് എന്ന് യമൻ ആരോപിക്കുന്നു. നമ്മൾ പുറകോട്ട് നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെ പോലെ സംസാരിക്കാനോ പ്രവൃത്തി ചെയ്യാനോ പാടില്ല. പാലസ്തീനികൾ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതും അവരുടെ ശത്രുക്കളുമായി പോരാടുക എന്നുള്ളതും നമ്മളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, വിശ്വാസ്യപരമായ രീതിയിലുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കുറഞ്ഞ കാലമായി മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് കാണുന്നത്. ആയതിനാൽ അതിൽ നിന്ന് തിരുത്തലുകൾ വേണമെന്നും നയതന്ത്ര ബന്ധങ്ങൾ പരിശോധിക്കണമെന്നുമാണ് യമൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുന്ന പല രാജ്യങ്ങളും രഹസ്യമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല പ്രവർത്തികളും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാകുന്നത്. ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നേർക്കുനേരെ മുഖാമുഖം യുദ്ധം ചെയ്യാതെ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. സമാധാനപരമായിരിക്കുന്ന ഒരു സന്ധിയും അവരുമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർ കരാർ ലംഘിക്കും. ചരിത്രത്തിൽ കരാർ ലംഘിക്കപ്പെട്ടവരാണ് അവർ. ആയതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം സാമ്പത്തിക, സൈനിക, ആയുധപരമായ രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്യണം എന്ന് യമൻ പറയുന്നു. ഓരോരോ ദിവസവും എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഓരോരോ നിമിഷവും പാലസ്തീനിൽ ഒരു കുട്ടിയെങ്കിലും മരണപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയുള്ള മരണസംഖ്യയുടെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പറയാൻ വേണ്ടി ഗസയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനോ UN സഭക്കോ പോലും സാധിക്കാത്ത വിധമാണ് മരണങ്ങൾ അവിടെ കൊന്നുകൂടുന്നത്. നമ്മൾ എങ്ങനെ അത് കണ്ടില്ലെന്ന് നടിക്കും? ഭക്ഷണം തടഞ്ഞും കുടിവെള്ളം തടഞ്ഞും മരുന്ന് തടഞ്ഞും കൊണ്ട് പിഞ്ചു കുട്ടികൾ പോലും മരണപ്പെടുന്ന വിവരങ്ങൾ ഇപ്പൊ ഗസയിൽ നിന്ന് പുറത്തു വരികയാണ്. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനാണോ പിന്തുണ നൽകുന്നത് അഥവാ അല്ലെങ്കിൽ പലസ്തീനാണോ എന്നൊരു കൃത്യത വരുത്താൻ സാധിക്കാത്ത വിധമാണ് ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളിൽ നടക്കുന്നത്. ട്രില്യൺ കണക്കിന് സാമ്പത്തിക ഇടപാടാണ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. അത് ആയുധ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ആ രാജ്യത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാണ് ട്രംപ് സന്തോഷത്തോടു കൂടി മടങ്ങിയത്. എന്നാൽ നിങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ അതിനൊരു തീരുമാനമുണ്ടാക്കാനോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഈ ഐക്യത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റിനോട് തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ധൈര്യവും അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടും അവർ ചെയ്യാത്തതിലാണ് പ്രതിഷേധം. അതിനാൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഭീമാകാരകളായിരിക്കുന്ന അമേരിക്കയായിരുന്നു യുദ്ധത്തിന് വന്നത്. ഞങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി അവരെ നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്തു. അങ്ങനെ ഗത്യന്തരമില്ലാത്ത രീതിയിൽ അവർ ചെങ്കടൽ വിട്ടുപോകേണ്ട സ്ഥിതി ഉണ്ടായി. ചെങ്കടൽ യമന്റെ ഭാഗമാണ്. യമന്റെ ഭാഗമായിരിക്കുന്ന ചെങ്കടലിനെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കക്ക് അധികാരപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അവർ കീഴടക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ മരണം വരെ യുദ്ധമായിരുന്നു പ്രഖ്യാപിച്ചത്, അതിനിടയിൽ തന്നെ അവർ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയും. ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മറ്റൊരു ഭാഗം അതിൽ പരാമർശിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ മുസ്ലിം രാജ്യങ്ങളും ചെങ്കടലുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുന്നു. ഈജിപ്ത്, സുഡാന്, എരിത്രിയ, എത്യോപ്യ, സൗദി, സോമാലിയ എല്ലാ രാജ്യങ്ങളും ഈ മേഖലയിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിനെ കുറിച്ച് ഞങ്ങളുടെ കൈവശത്തിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല കപ്പലുകളും കൊടി മാറ്റിയിട്ടും പേര് മാറ്റിയിട്ടും ഒക്കെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പല ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളത് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. കരാർ വ്യവസ്ഥ അമേരിക്കയുടെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ഇസ്രായേലോ യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഈ മേഖലയിലൂടെ പോകുന്ന സമയത്തോ അവരെ തടയുന്നതിനെ തടയാൻ അമേരിക്കക്ക് അധികാരമില്ല എന്ന് കരാർ വ്യവസ്ഥയിൽ പറയുന്നു. ഞങ്ങളുടെ അധീനതയിലുള്ള കടലിടുക്ക് ഞങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോരോ രാജ്യത്തിന്റെ അതിർത്തിയുമായി ബന്ധപ്പെടുന്ന കടലുകൾ ആ രാജ്യത്തിന്റെ ഭാഗമാണ് എന്നതുപോലെ തന്നെ
ചെങ്കടൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും ഭാഗമാണ് എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം യമന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങളും ഇസ്രായേൽ ചെയ്യുന്നതും ഇസ്രായേൽ ചെയ്യാൻ പോകുന്നതും ഭാവിയിൽ അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണ് എന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളെ നേരെ പോലും അവർ തിരിഞ്ഞു വരും. അതിന് വല്ലാതെ ഒന്നും കഴിയുന്നതിന് മുമ്പ് തന്നെ UN സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് രാജ്യത്തിനപ്പുറം സാമ്രാജ്യമായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ ഓരോ രാജ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഈജിപ്തിന്റെ പേര് പറഞ്ഞു. ഈജിപ്ത് വന്നു, സിറിയ വന്നു, ലെബനാൻ വന്നു, ജോർദാൻ വന്നു, ഗസ മുഴുവൻ ഭാഗങ്ങളും വന്നു. അതോടൊപ്പം തന്നെ പുതിയ രാജ്യത്തിന്റെ പേര് സൗദി അറേബ്യയുടെ പേര് വന്നു. സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെട്ട എല്ലാ രാജ്യത്തിന്റെയും ഭാഗങ്ങൾ സിറിയ ഏറെക്കുറെ മുഴുവൻ എന്നാണ് പറയുന്നത്. അത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാല ജൂത രാഷ്ട്രം ഇസ്രായേൽ സാമ്രാജ്യം, രാഷ്ട്രമല്ല സാമ്രാജ്യം സ്ഥാപിക്കും എന്ന് UN സഭയിൽ വെച്ച് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. സഹായിച്ചു കൊണ്ട് തന്നെ, അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കുകയും ഇസ്രായേലിനെതിരെ കണിശമായിരിക്കുന്ന നടപടികളും നിലപാടുകളും സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവും ഈ മേഖലയിൽ നിലനിൽക്കുന്ന വിഷയങ്ങളൊക്കെ അവസാനിക്കാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ടിവരില്ല എന്ന് യമൻ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് പോലെയോ നിർദ്ദേശം പോലെയോ നൽകിയിരിക്കുകയാണ്.